ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം പറയുന്നില്ല, നിങ്ങൾ അനിയന്മാരോടും അനിയത്തിമാരോടും എപ്പോഴും പുറത്തു പോയിട്ടുണ്ടാ? ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇന്നലെ ഞാൻ ടൗണിൽ പോയി വന്നപ്പോൾ എൻ്റെ മാമൻ്റെ മോൻ എന്നോട് പറയാ, ഏച്ചി നാളെ നമ്മളോട് ടൗണിൽ വരണം. സംഭവം ഇവർ മൊത്തം പ്ലാനിങ്ങിലാണല്ലേ. അപ്പം ഞാൻ വെച്ചു ആയിക്കോട്ടെ. ഒന്നാമത് പറഞ്ഞാൽ ഇവരെ കൂട്ടത്തിൽ 18 കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ. അതും കൂടാണ്ട് ഇവർ അമ്മോര് പറയാ സൈനയില്ലേ, എന്നാൽ ഇവർ പോയിക്കോട്ടെ. അങ്ങനെ നമ്മൾ മാളിലോട്ട് പോയി. ഇവർ ഈ ഓരോ ഗെയിംസ് കളിക്കുമ്പോൾ ഇവരെ കണ്ണിൽ കാണുന്ന ഹാപ്പിനെസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീലായി. കാരണം എൻ്റെയൊക്കെ 10ാം ക്ലാസ് ലൈഫ് എന്നൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ കൂട്ടിപ്പോണ്ട ആൾക്കാരല്ല ഫ്രണ്ട്സോ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ നമ്മളപ്പം ആഗ്രഹിച്ച സംഭവം ഇവരെ കണ്ണിൽ എനിക്കിന്ന് കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിൽ പോലും എത്രയോ മക്കൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവാം. കുറേ അമ്മമാർ അങ്ങനെ ഇങ്ങനെ വിടാണ്ടോ അങ്ങനെ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആണ് ലൈഫ്. എൻ്റെ ഡ്രസ്സിൽ വിട്ടുകൊണ്ട് തന്നെ ഇവരെ നോക്കേണ്ട കടമയും കൂടി എനിക്കുണ്ട്. ഞാൻ മാറി നിന്ന് സത്യം പറഞ്ഞാൽ ഇവരുടെ ഓരോ കളി കളിക്കുന്നതും അല്ലെ ഇവരെ സന്തോഷിക്കുന്നതും ഇവരെ ചിരിക്കുന്നതൊക്കെ ഞാൻ മാറി നിന്ന് ആസ്വദിക്കായിരുന്നു. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ തന്നെ എൻജോയ് ചെയ്യണ്ടേ. ഇവരെ കാര്യങ്ങൾ നോക്കുക. ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിടുമ്പോൾ ഇവർ ഓരോന്ന് പോയിട്ട് നോക്കുക, അല്ലെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എന്നോട് ഓരോന്ന് വന്ന് ചോദിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഇല്ലേ, ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് തന്നെ. ഇവരുടെ കൂട്ടത്തിൽ മൂത്തൊരാൾ എന്നുള്ളൊരു ഇതിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ആയി. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഭവമല്ലോ, എസ്പെഷ്യലി ഗേൾസ്. നമ്മളൊന്നും കൂട്ടി പോവുകയേ ഉണ്ടാവില്ല. ബോയ്സ് എങ്ങനെയെങ്കിലൊക്കെ പോകലും നമ്മളൊക്കെ ലൈഫ് വിഷയം തന്നെയല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അടുത്ത എല്ലാ ഷോപ്പിലും കയറിയാ ഇറങ്ങുക അങ്ങനെ എല്ലാം കഴിഞ്ഞ് ശരിക്കും ഓരോട് നടക്കുമ്പോൾ എനക്കാണോ മെച്ചോർഡ് ഇല്ലാത്ത അല്ല ഓരിക്കാണോ ഇല്ലാത്ത ഒരു ഡൗട്ട് പോലെ എനിക്ക് തോന്നി. കാരണം എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ഓരെന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ കൂട്ടത്തിൽ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വിട്ടതാണല്ലോ, നമ്മൾ തിരിച്ച് ഭദ്രാക്കി തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കണ്ടേ. ശരിക്കും പറഞ്ഞാൽ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ബെസ്റ്റ് കസിൻസ് ആരാ എൻ്റെ ഫാമിലി ചോദിച്ചാൽ ഞാൻ ഇവരെ പറയും. ഇവർ കുഞ്ഞിലേ ഒപ്പരാടാ. എന്താ പറയുക, ഇവരെ എങ്ങനെയെങ്കിലും ഇവരായിട്ടൊരു ഗ്യാങ്ങിൽ ഇവരെ ടൈം കണ്ടുപിടിച്ച് ഇവരെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ എവിടെ പോകുന്നൊക്കെ പറഞ്ഞ് ഇവർ സെറ്റാക്കുന്നു, ഇവർ പോയി ജസ്റ്റ് ഫുഡ് കഴിച്ച് വരുന്നത്, ഇതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ. പിന്നെ അത് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വിശന്ന് ടൈം ഒരു 1:30 നേരെ എല്ലാവരെയും കൂട്ടി പോയി മന്തി കഴിച്ച്. എല്ലാവരും പറഞ്ഞ് മന്തി വേണം, പോയി മന്തി കഴിച്ച്. ആ മന്തി കഴിക്കാൻ എത്തിപ്പെട്ടത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അവിടെ ആംബിയൻസ് ശരിയില്ല, ഒരാൾക്കവിടെ ആംബിയൻസ് ശരിയില്ല. അങ്ങനെ നേരെ അടുത്ത ഷോപ്പിൽ പോയി അവിടെ മന്തി കഴിച്ച്. പിന്നെ നേരെ കടൽപ്പാലം കൂട്ടിപ്പോയി. അവിടെ കൂട്ടിപ്പോയപ്പോൾ പിള്ളേർ പറയാ ഏച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ കടൽപ്പാലം വന്നേ. അപ്പം ഞാൻ ചതന്തേ അല്ല, നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പോവായിരുന്നു, ഏച്ചി ഉള്ളതുകൊണ്ട് ഏച്ചി കൂട്ടി വന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. കാരണം തരുന്ന ഈ ഒരു സംഭവം ഇല്ലേ, കാരണം പിള്ളേരുടെ ഇതൊക്കെ കാണത്ത് എപ്പോഴാണ് ഇതൊക്കെ. അപ്പം അങ്ങനെ നേരെ കടൽപ്പാലത്തെ ആംബിയൻസൊക്കെ അങ്ങനെ ആസ്വദിച്ച് അവിടെ ഇതൊക്കെ വാങ്ങി തിന്ന്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെ വീട്ടിലോട്ട് തിരിക്കണ്ടേ. കാരണം 5 മണി ഈ സമയം ഇനിയും പുറക്കേറിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഏടിയാ കൂട്ടിപ്പോയതായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ നമ്മളങ്ങനെ കഴിഞ്ഞു.